നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. MA യൂസഫ് അലിയുടെ ഹെലികോപ്റ്റർ അപകടവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വെളിപ്പെടുത്തലുമായി രംഗത്തെത്തിയിരിക്കുകയാണ് OSS എയർ മാനേജ്മെന്റ് ചീഫ് എഞ്ചിനീയറായ JP പാണ്ഡെ. MA യൂസഫ് അലിയുടെ ഹെലികോപ്റ്റർ സർവീസ് ചെയ്യുന്ന കമ്പനിയാണ് OSS. എന്താണ് കൃത്യമായി സംഭവിച്ചത് എന്ന് മനസ്സിലാകണമെങ്കിൽ അതിൻ്റെ ബ്ലാക്ക് ബോക്സ് പരിശോധിച്ചാൽ മാത്രമേ അറിയാൻ കഴിയൂ. എങ്കിൽ കൂടി ഹെലികോപ്റ്ററിലെ വൈദ്യുതി തകരാറാണ് അപകട കാരണമെന്നാണ് പ്രാഥമികമായ നിഗമനത്തിൽ എത്തി നിൽക്കുന്നത്. പൈലറ്റുമാരോട് സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഈ ഒരു നിഗമനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. അതേസമയം ഹെലികോപ്റ്ററിന് ഇന്ധന ചോർച്ച ഇല്ല എന്നുള്ള കാര്യം ഫയർഫോഴ്സ് ഉടൻ തന്നെ സംഭവസ്ഥലത്തെത്തി ഉറപ്പാക്കിയ ഒരു കാര്യമാണ്. പൈലറ്റുമാരിൽ നിന്ന് പോലീസ് ഉദ്യോഗസ്ഥർ വിവരങ്ങൾ ശേഖരിച്ചു വരികയാണ്. ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ, അതായത് DGCAയുടേതടക്കമുള്ള പരിശോധനകൾ ഏറെ നിർണായകമാണ് എന്നിരിക്കെ OSS എയർ മാനേജ്മെന്റ് ചീഫ് എഞ്ചിനീയറായ JP പാണ്ഡെ വ്യക്തമാക്കുന്നത് അപകട കാരണം അറിയാൻ വീണ്ടും പല കാര്യങ്ങളും പരിശോധിക്കേണ്ടതുണ്ട് എന്നാണ്. ഹെലികോപ്റ്ററിൻ്റെ ബ്ലാക്ക് ബോക്സ് പരിശോധിച്ചാൽ മാത്രമേ കൃത്യമായി തകരാറിൻ്റെ കാരണം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. പവർ ഫെയിലിയർ കാരണമാണ് അടിയന്തരമായി നിലത്തിറക്കേണ്ടി വന്നത് എന്നാണ് പ്രാഥമിക നിഗമനമെങ്കിൽ കൂടി സാധാരണയായി ഇത്തരം പവർ ഫെയിലിയർ ഉണ്ടാകാറേ ഇല്ല എന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഡൽഹിയിലെ മുതിർന്ന എഞ്ചിനീയർമാർ ഇത് സംബന്ധിച്ചുകൊണ്ടുള്ള പരിശോധന നടത്തുമെന്നും മഴ പെയ്തത് തകരാറിന് കാരണമായിട്ടില്ല എന്നത് മാത്രമല്ല, ഇതൊരു പുതിയ ഹെലികോപ്റ്റർ കൂടിയാണ്. മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെ ഹെലികോപ്റ്ററിന് ഇല്ലായിരുന്നു. എന്നാൽ അപകട സാഹചര്യം നന്നായി കൈകാര്യം ചെയ്യാൻ പൈലറ്റുമാർക്ക് സാധിച്ചുവെന്ന് JP പാണ്ഡെ വ്യക്തമാക്കുന്നുണ്ട്. കടവന്ത്രയിലെ ചെവനൂരിലെ വസതിയിൽ നിന്ന് നെട്ടൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ബന്ധുവിനെ സന്ദർശിക്കാൻ പുറപ്പെട്ടപ്പോഴായിരുന്നു MA യൂസഫ് അലിയും ഭാര്യയും 3 ജീവനക്കാരും അടങ്ങുന്ന സംഘം ആശുപത്രിക്ക് സമീപം പനങ്ങാട് ഫിഷറീസ് കോളേജ് ഗ്രൗണ്ടിൽ ഇറങ്ങാൻ നിശ്ചയിച്ചിരുന്നത്. എന്നാൽ ലാൻഡിങ്ങിന് നിമിഷങ്ങൾ മാത്രം ശേഷിക്കെയാണ് ഹെലികോപ്റ്ററിന് സാങ്കേതിക തകരാർ സംഭവിക്കുന്നത്. ഇതോടെ പനങ്ങാട് പോലീസ് സ്റ്റേഷനോട് ചേർന്ന് നിൽക്കുന്ന ചതുപ്പിൽ ഹെലികോപ്റ്റർ ഇടിച്ചിറക്കുകയായിരുന്നു. ഹെലികോപ്റ്റർ പതിക്കുമ്പോൾ ചാറ്റൽ മഴയുണ്ടായിരുന്നു. വീഴ്ചയുടെ ആഘാതത്തിൽ ഹെലികോപ്റ്ററിൻ്റെ പ്രധാന ഭാഗം ചതുപ്പിലേക്ക് ആഴ്ന്നിറങ്ങുകയാണ് ചെയ്തത്. യൂസഫ് അലിയെയും ഭാര്യയും ഹെലികോപ്റ്ററിൻ്റെ വിൻഡോ ഗ്ലാസ് നീക്കി പൈലറ്റ് തന്നെയാണ് പുറത്തേക്ക് എത്തിച്ചത്. അപകടത്തിന് തൊട്ട് പിന്നാലെ സ്ഥലത്തെത്തിയ പോലീസാണ് യൂസഫ് അലി അടക്കമുള്ളവരെ ആശുപത്രിയിലേക്ക് മാറ്റിയത്. വീഴ്ചയുടെ ആഘാതത്തിൽ നേരിയ നടുവേദന അനുഭവപ്പെട്ട യൂസഫ് അലി അടിയന്തരമായ സ്കാനിംഗ് നടത്തി. എന്നാൽ അദ്ദേഹത്തിന് കാര്യമായ പരിക്കൊന്നും ഇല്ല എന്നും വ്യക്തമായതായും അധികൃതർ അറിയിച്ചിരുന്നു.